സാമൂഹികവും സാമ്പത്തികവുമായ കഷ്ടതകൾ അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങൾ നമ്മുടെ പല ഗ്രാമങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടപ്പുണ്ട്. പ്രത്യേകിച്ച് കാടകങ്ങളിലും കടലോരങ്ങളിലും ട്രൈബൽ സെറ്റിൽമെന്റ് ഊരുകളിൽ കഴിയുന്ന വനവാസി ഗോത്ര സമൂഹത്തിൽപ്പെട്ട പല കുടുംബങ്ങളും സാമൂഹികമായി പിന്നാക്കാവസ്ഥയിൽ തന്നെയാണ്. ഇത് കൊല്ലം ജില്ലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വഞ്ചിയോട് കാണി ട്രൈബൽ സെറ്റിൽമെന്റ് ഊരാണ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയ ഒരു ജനകീയ പ്രസ്ഥാനമാണ് കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ് അഥവാ കാർഡ്. 2006 സ്ഥാപിതമായ ഈ സന്നദ്ധ സംഘടന കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിൽ എനിക്ക് വഴികാട്ടിയായ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ശ്രീ PN പണിക്കർ സാറിൻ്റെ പ്രേരണയാണ് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് എന്നെ നയിച്ചത്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ PN പണിക്കർ സാറിനോടൊപ്പം ക്യാൻഫഡ് പ്രവർത്തകനായാണ് ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തോടൊപ്പം അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനത്തിലും സജീവമായി പങ്കാളിയാകാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി ഞാൻ ഇന്നും കരുതുന്നു. ഗോത്രവർഗ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും തനിമയറ്റുപോകാതെ സൂക്ഷിക്കുന്നവരാണ് കാണിക്കാർ. വഞ്ചിയോട് കാണിക്കാരുടെ ഊരിൽ അക്ഷരവെളിച്ചവുമായി വന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരെ കുറിച്ചുള്ള ഓർമ്മ സജീവമായുണ്ട് കാർഡ് ചെയർമാന്റെ മനസ്സിൽ. പണിക്കർ സാർ സമൂഹത്തിന് കാട്ടിയ മാതൃകയാണ് എന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. 1995 ജൂൺ 14 കൊല്ലം ജില്ലയിലെ വഞ്ചിയോട് ആദിവാസി കേന്ദ്രത്തിൽ പണിക്കർ സാറ് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിനോടൊപ്പം ആ കോളനിയിൽ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. തുടർന്ന് PN പണിക്കർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകനായി ഞാൻ സജീവമായി പൊതുരംഗത്തേക്ക് കടന്നു വന്നു. 2006 സ്ഥാപിതമായത് മുതൽ കൊല്ലം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പുനരുദ്ധാരണത്തിന് വേണ്ടി വിവിധ മേഖലകളിൽ കാർഡ് പ്രവർത്തിച്ചു വരുന്നു. കാർഡിന്റെ നേതൃത്വത്തിൽ വഞ്ചിയോട് ഊരിൽ ഒരു സർവേ നടത്തി. ഊരിൽ ആവശ്യമായ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ചുള്ള സർവേ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ ഊരിൽ വികസനത്തിന്റെ വെളിച്ചം പരന്നു. കാർഡിന്റെ പ്രവർത്തകർ ഊരിലെത്തി കാണിക്കാരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. സൗജന്യമായി തന്നെ C കേശവൻ ലൈബ്രറിയിൽ എന്ത് തൊഴിൽ പഠിക്കുന്നതിനുള്ള അവസരമുണ്ട്. 4 മാസം 6 മാസം ഉള്ള അവർക്ക് ഭക്ഷണവും താമസവും യൂണിഫോമും അതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും ചേർത്ത് നിർത്തി ബോധവൽക്കരണം നടത്തുന്നു. ഊരിൽ കാർഡ് കോവിഡ് കാലത്ത് നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ ഓർമ്മകൾ ഊരു മനസ്സുകളിലുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ വർഷങ്ങളായി നവാർഡിൻ്റെ സഹായത്തോടുകൂടി കാർഡിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിൽ നടന്നു വരുന്നതായി നേരിട്ട് അനുഭവമുള്ള ആളാണ് ഞാൻ. നമ്മുടെ ഐരക്കുഴി വാർഡിൻ്റെ പെരിങ്ങാട് പ്രദേശത്ത് ഒരാളിനെ വീട് വെച്ച് കൊടുക്കുന്നതിലും C കേശവൻ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് നിരവധി സ്വയം തൊഴിൽ പ്രവർത്തനം നടത്താനുള്ള പരിശീലനങ്ങളും ഒക്കെ കാർഡ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മികവ് കൊടുത്തുന്ന ആളുകളെയെല്ലാം വിളിച്ച് അവർക്കെല്ലാം അവാർഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്ക് മേഖലയ്ക്കകത്ത് കാർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ സാമ്പത്തിക ഭദ്രത വേണം. അതിന് വരുമാന സ്രോതസ്സായ നല്ല തൊഴിൽ വേണം. കാർഡ് നൽകിയ തൊഴിൽ പരിശീലനത്തിലൂടെ കാർഡിന്റെ സഹായത്തോടെ ലഭ്യമാക്കിയ സാമ്പത്തിക സഹായത്തോടെ സംരംഭങ്ങൾ ആരംഭിച്ച് വിജയിച്ചവർ. കല്യാണമൊക്കെ വരുമ്പം 10-14 പേർക്ക് ഞാൻ ജോലി കൊടുക്കും. പിന്നെ സ്ഥിരം 7 പേര് എൻ്റെ കൂടെ എന്നും കാണും. എൻ്റെ കൂടെ വന്ന് ഇന്ന് നല്ല നിലവാരത്തിലാണ് അവരും കഴിയുന്നത്. പഞ്ചായത്തിൻ്റെ ഇതിൽ ഞാൻ തുടങ്ങി ഈ കാർഡിൻ്റെ പരിശീലനത്തിലാണ് എനിക്ക് ഇത്രയും ഒരു നേട്ടവും എല്ലാ കാര്യങ്ങളും ഇതിലൂടെയാണ് നടക്കുന്നത്. ഒരു കുഴപ്പമില്ല. അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്ന ഈ കാർഡാണ്. കാർഡിൽ പരിശീലനം നേടി ഉപജീവനമാർഗം കണ്ടെത്തിയ മറ്റൊരു സംരംഭകയാണ് പരുത്തിവിളയിലെ മഞ്ജു. ചിതറ വളവുപച്ചയിൽ പ്രവർത്തിക്കുന്ന C കേശവൻ സ്മാരക മോഡൽ വായനശാലയാണ് കാർഡിന്റെ ചിതറയിലെ ഒട്ടേറെ പരിശീലനങ്ങളുടെ വേദിയായത്. എല്ലാ വർഷവും കാർഡുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് തൊഴിൽ പരിശീലന പരിപാടികൾ നടത്തി വരികയാണ്. 8 വർഷമായി
നമ്മുടെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ മികവ് പുലർത്തുന്ന 10 വ്യക്തികൾക്ക് ഓരോ വർഷവും കാർഡിൻ്റെ അവാർഡ് സി കേശവൻ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് നൽകി വരികയാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ്, തയ്യൽ പരിശീലനം, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, അതുപോലെ തന്നെ ഒട്ടനവധി കോഴ്സുകൾ കാർഡിൻ്റെ ഒരു സബ് സെൻറ്റർ പോലെയാണ് സി കേശവൻ ഗ്രന്ഥശാലയിൽ വെച്ച് നടത്തി വരുന്നത്. കാർഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സഹായത്തോടുകൂടി അവരുടെ മികവിലൂടെയാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച മോഡൽ വില്ലേജ് ലൈബ്രറിയായി സി കേശവൻ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ഭാരത സർക്കാർ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വഴി നടപ്പാക്കുന്ന തൊഴിൽ ദാന പദ്ധതിയാണ് ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശൽ യോജന. DDU-GKY പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി ഉപജീവനത്തിന് തൊഴിൽ കണ്ടെത്താനുള്ള തൊഴിൽ ദാന പദ്ധതിയാണ് DDU-GKY. കൊല്ലം കടയ്ക്കൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള SHM എഡ്യൂക്കേഷൻ ഹബിലാണ് കാർഡിന്റെ DDU-GKY പരിശീലന കേന്ദ്രം കാർഡ് സ്കിൽ അക്കാദമി പ്രവർത്തിക്കുന്നത്. മൾട്ടി കുഷൻ കുക്ക്, സെക്രട്ടറി, കമ്മീസ് ചീഫ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കാണ് കാർഡ് DDU-GKYയിലൂടെ പരിശീലനം നൽകുന്നത്. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ. കടയ്ക്കൽ കാർഡ് സ്കിൽ അക്കാദമിയിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചടങ്ങിൽ ഒട്ടേറെ പഠിതാക്കളെത്തി. അവർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. 18 വർഷക്കാലമായി കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ തൊഴിൽ പരിശീലനങ്ങൾ ജനശിക്ഷൻ സംസ്ഥാനവുമായി സഹകരിച്ച് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നബാർഡുമായി സഹകരിച്ച് നൽകുന്നുണ്ട്. കേരളത്തിലെ മറ്റ് ഗവൺമെൻറ് ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടും കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലും കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലും അവരുടെ സഹായത്തോടു കൂടി വിവിധങ്ങളായ തൊഴിൽ പരിശീലന പദ്ധതികൾക്കും കാർഡ് നേതൃത്വം നൽകി വരികയാണ്. DDU-GKY പ്രോജക്റ്റ് പ്രകാരം കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള ഗവൺമെൻറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് തൊഴിൽ രഹിതരായ യുവതീ യുവാക്കളെ കണ്ടുപിടിച്ച് അവർക്ക് അഭിരുചിയുള്ള തൊഴിലുകൾ വളരെ മികച്ച രീതിയിൽ നൽകി അവരെ തൊഴിൽ മേഖലയിലേക്ക് കടത്തിവിടുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് കാർഡ് ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷക്കാലമായി 288 പേർ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. വിവിധങ്ങളായ കോഴ്സുകൾ പാസ്സായ ധാരാളം യുവതീ യുവാക്കൾ ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും തൊഴിൽ ലഭിച്ചവരായി മാറിയിട്ടുണ്ട്. പരിശീലനം പൂർത്തീകരിച്ച് തൊഴിൽ നേടിയവർ, സംരംഭങ്ങൾ ആരംഭിച്ചവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സാണ് പഠിച്ചത്. ഞാനിപ്പോൾ എറണാകുളം ചിക്കിങ്ങിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. 9 മാസത്തെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ കാർഡ് സ്കില്ലിൽ നിന്ന് പരിശീലനം നേടിയത്. ഇപ്പോൾ ഞാൻ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് നല്ല വരുമാനമുണ്ട്. അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന കോഴ്സാണ് ഞാൻ പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞ് ഞാൻ കൊല്ലം സ്പന്ദനയിൽ വർക്ക് ചെയ്യുന്നു. കാഡ് ആൻഡ് നബാർഡ് കൊളാബ് ചെയ്ത് നടത്തുന്ന 3 മാസത്തെ അലുമിനിയം ഫാബ്രിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കുകയും ഞാനൊരു പുതിയ സ്ഥാപനം തുടങ്ങുകയും എൻ്റെ കീഴിൽ ഒരു 5ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട്. സെക്രട്ടറി കോഴ്സ് പൂർത്തിയാക്കി ഉയർന്ന ശമ്പളത്തിന് ഇപ്പോൾ ജോലി ചെയ്യുന്നു. എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ വളരെ സന്തോഷവതിയാണ്. ഒരു വീട്ടമ്മയാണ്. 3 മാസം ടൈലറിംഗ് കോഴ്സാണ് ഞാൻ പഠിച്ചത്. ഇന്ന് എനിക്ക് സ്വന്തമായ ഒരു ചെറിയൊരു വരുമാനമുണ്ട്. കാർഡ് സ്കിൽ അക്കാദമിയിൽ ഡാറ്റ എൻട്രി കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി. അതിൽ ഞാൻ സന്തുഷ്ടയാണ്. അതിനാൽ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കാർഡ് എല്ലാ സൗകര്യങ്ങളും പഠിതാക്കൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടുകൂടി കാർഡ് സ്കിൽ അക്കാദമി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഈ SHM എഡ്യൂക്കേഷൻ ഹബിൽ ഞങ്ങൾ ധാരാളം സൗകര്യങ്ങൾ ഇവിടെ കാർഡിന് വേണ്ടി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാൻറ്റീൻ, മികച്ച ലാബ് സൗകര്യം, ഹോസ്റ്റൽ ഫെസിലിറ്റി എന്നിവ നമ്മൾ നൽകിയിട്ടുമുണ്ട്. കടയ്ക്കൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റും കാർഡ് സ്കിൽ അക്കാദമിയായി യോജിച്ചുകൊണ്ട് വിദേശത്തോട്ടും ഞങ്ങളുടെ ഈ പ്രവർത്തനം
ഒരുമിച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. കാർഡ് സ്കിൽ അക്കാഡമിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഭൂരിഭാഗം വിദ്യാർത്ഥികളും തൊഴിൽ നേടിയവരാണ്. കാർഡിന് കോട്ടയം വാഗമണ്ണിലും DDU GKY പരിശീലന കേന്ദ്രമുണ്ട്. വാഗമണ്ണിൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി പരിശീലനം നേടിയ അശ്വതി കുമാരിയുടെ വിജയകഥ തൊഴിൽ തേടുന്ന ഏതൊരു യുവാക്കൾക്കും പ്രചോദനാത്മകമാണ്. 2021 മുതലാണ് കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് DDU GKY പദ്ധതിയിൽ പ്രവർത്തനം ആരംഭിച്ചു വരുന്നത്. കോട്ടയം ജില്ലയിലെ വാഗമൺ, കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്നിങ്ങനെ 2 ഇടങ്ങളിലായി റെസിഡൻഷ്യൽ സെൻറ്ററുകളിലൂടെ 288 കുട്ടികളെയാണ് ഇതുവരെ പരിശീലനം നൽകിയിട്ടുള്ളത്. പരിശീലന സമയത്ത് ഭക്ഷണം, താമസം, പഠന സാമഗ്രികൾ, യൂണിഫോം എന്നിവ പൂർണ്ണമായും സൗജന്യമായി നൽകിയിരുന്നു. പരിശീലനം പൂർത്തീകരിച്ചവർക്ക് SSC സർട്ടിഫിക്കറ്റോടുകൂടി വിവിധ മേഖലകളിലായി തൊഴിലും നൽകുന്നതിന് കാർഡ് സഹായകമായി. പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച കുട്ടികൾ സ്വദേശത്തും വിദേശത്തുമായി ഇന്ന് തൊഴിൽ ചെയ്തു വരുന്നു. യുവജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് ഉതകും വിധം തൊഴിൽ നേടാൻ കാർഡ് സ്കിൽ അക്കാഡമിയിൽ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നു. നബാർഡിൻ്റെ LEDP, MEDP, SDP പദ്ധതികളിലൂടെയാണ് തൊഴിൽ പരിശീലനം നൽകുന്നത്. കേരളത്തിലും ലക്ഷദ്വീപിലും പരിശീലനം നൽകുന്നുണ്ട്. സ്വയം സഹായ സംഘങ്ങളിലെയും JLG മെമ്പേഴ്സും ഉൽപ്പാദിപ്പിക്കുന്നതും അവരുണ്ടാക്കുന്നതുമായ വ്യത്യസ്തമായ വസ്തുക്കൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സിബിഷൻസുകളും റൂറൽ മാർട്ട് ബോധവൽക്കരണ പരിപാടികളും കാർഡുമായി ചേർന്ന് ഈ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിലും നബാർഡ് കാർഡുമായി ചേർന്നിട്ട് പല പദ്ധതികളും ജില്ലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നബാർഡിൻ്റെ പദ്ധതികൾ വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി തന്നെയാണ് കാർഡ്. തൊഴിൽ പരിശീലനം നൽകി വൈവിധ്യമാർന്ന തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ കാർഡ് JLGകളും SHGകളും രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നു. ഈ വിധത്തിൽ 2500ഓളം ഗ്രൂപ്പുകളുണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലുമായി. JLGകളുടെയും SHGകളുടെയും സംഘാടനവും ബാങ്കുകൾ വഴി വായ്പ ലഭ്യമാക്കുന്നതിനും കാർഡിന്റെ പ്രോഗ്രാം മാനേജർ ഗൗരി S നേതൃത്വം നൽകുന്നു. കാർഡിന്റെ ഗുണഭോക്താക്കൾ വായ്പാ സഹായം ലഭ്യമാക്കുന്നതിന് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു ഗവേണിംഗ് ബോർഡും പ്രവർത്തിക്കുന്നു. ബോർഡ് കൃത്യമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് വായ്പാ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി കാർഡ് വിവിധ പദ്ധതികൾ ഏർപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് ഉൽപ്പന്ന പ്രദർശനവും മേളകളും കാർഡ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കാർഡ് ഇതുവരെ 1500ഓളം ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. നബാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് നാഫിൻസുമായിട്ടും നമ്മുടെ കാർഷിക വികസന ബാങ്കുമായിട്ടും ഫെഡറൽ ബാങ്കുമായിട്ടും അവർക്ക് വായ്പ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. JLG, SHG അംഗങ്ങൾ കാർഡിലൂടെ പരിശീലനം നേടിയതിനു ശേഷം ആരംഭിച്ച വിവിധ സംരംഭങ്ങളുടെ വിജയഗാഥ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കാണാം. ശിവഗംഗ കാർഡ് JLG അംഗമായ രാഗി കാറ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ച് വിജയിച്ചതിൻ്റെ സന്തോഷം പങ്കിട്ടു. ഞാൻ ശിവഗംഗ കാർഡ് JLG ഗ്രൂപ്പിൻ്റെ ഒരു അംഗമാണ്. ഞാൻ കാറ്ററിംഗ് തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. ഒരുവിധപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളൊരു ഉപജീവന മാർഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് സഹായം നൽകിയത് കാർഡാണ്. കോഴി ഫാം, വാഴകൃഷി എന്നീ സംരംഭങ്ങളിലൂടെ ജീവിത വിജയം നേടിയ വീട്ടമ്മയാണ് ശുഭ. കാർഡിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഈ വാഴ കൃഷിയും പൗൾട്രി ഫാമും തുടങ്ങിയത്. എനിക്ക് ഇങ്ങനെ ഒരു പൗൾട്രി ഫാമും ഈ കൃഷിയും ചെയ്യാൻ അവർ ധനസഹായം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അസീജയുടെ ഡിസൈൻസ് ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ കാർഡ് ടൈലറിംഗിൽ നൽകിയ പരിശീലനത്തിൻ്റെയും സാമ്പത്തിക സഹായ പദ്ധതിയുടെയും നേർക്കാഴ്ചയാണ്. അജീസയും ഭർത്താവ് മൗലാന അബ്ദുൽ ജലീലും ചേർന്നാണ് ഈ ഒരു തൊഴിൽ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ 2017-2018 അവിടെ കാർഡിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത്. സ്ഥാപനം തുടങ്ങി. പിന്നെ എല്ലാ മെറ്റീരിയൽസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാർ വന്ന്, കസ്റ്റമേഴ്സ് വന്ന് തുണി സെലക്ട് ചെയ്ത് അവർക്ക് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൈറ്റി മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലായി ഉള്ളത്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിക്ക് ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. കാർഡിന് വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു നിലയ്ക്ക് എന്നെ എത്തിച്ചതിന്. ചാത്തന്നൂർ കേതനിയിലെ രചന കാർഡ് നടത്തിയ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പങ്കെടുത്ത് പരിശീലനം നേടി ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത നേടിയ സംരംഭക. ഞാൻ കലുവറക്കൽ കാർഡിൽ നിന്നാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായത്. ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. ഞാൻ കാർഡിൽ നിന്നാണ് ലോൺ എടുത്തിട്ടാണ് ഇവിടെ ഈ സംരംഭം ആരംഭിച്ചത്. അതിൽ എനിക്കിപ്പം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട്
എനിക്ക് ആ വർക്കിനോട് ഏറ്റവും സന്തോഷമുണ്ട്. ഇനിയും ഇതിനെക്കാട്ടി ഉയർച്ചയിലെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കല്ലുവാതുക്കലിൽ നിന്നും 2.5 കിലോമീറ്റർ മാറിയാണ് ചരിത്രപ്രസിദ്ധമായ ചിറക്കര ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിലാണ് നീരാജനം കാർഡ് JLGയിലെ പ്രസന്നയുടെ ചായക്കട. ഉപജീവനത്തിന് കാർഡിലൂടെ കണ്ടെത്തിയ ജീവിതമാർഗം. നീലാഞ്ജന ഗ്രൂപ്പിൻ്റെ ഒരു അംഗമാണ്. കാർഡിൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ ഈ സംരംഭം നടത്തിക്കൊണ്ട് പോണത്. അതിജീവനത്തിന്റെ വിജയകഥയാണ് ശോശമ്മ എന്ന കർഷകയുടേത്. കൃഷിയിലൂടെ ശോശമ്മ നേടിയ ജീവിത വിജയത്തിനും നിറസംതൃപ്തിക്കും കാരണം കാർഡാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ജീവിതത്തെ ശോശമ്മ കൃഷിയിലൂടെ തിരിച്ചുപിടിച്ചു. കൊല്ലം കൊട്ടിയത്തെ PS കോൺവെന്റിന്റെ ഭൂമിയിൽ ശോശമ്മ വൈവിധ്യമാർന്ന കൃഷികൾ ചെയ്ത് നേടിയ വിജയം. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സഹനം വന്ന് അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും സാറ് പറഞ്ഞ് വിഷമിക്കേണ്ട, കാർഡ് കൂടെയുണ്ട്, ലോൺ കാർഡിൻ്റെ രീതിയിലൊന്ന് ശരിയാക്കി തന്ന് ഞാൻ ആദ്യം ഫസ്റ്റ് 5 ഏക്കർ പുരയിടത്തിനകത്തോട്ട് ഞാൻ പലവിധ കൃഷികൾ ചെയ്യുന്നുണ്ട്. എന്താ ഇവിടെ ഇല്ലാത്ത എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. മുന്നോട്ട് എൻ്റെ കുടുംബം പോറ്റാനായിട്ട് എനിക്ക് കരുത്ത് തരുന്നത് എൻ്റെ കൃഷിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ഗുണഭോക്താക്കളുടെയും പങ്കാളിത്തത്തോടുകൂടി ഇന്ത്യയിലാകെ നടപ്പാക്കിയ സമഗ്ര കുടിവെള്ള പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. ഈ പദ്ധതിയിൽ 5 ജില്ലകളിലെ നിർവഹണ സഹായ ഏജൻസിയായി പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കാർഡിന് കഴിഞ്ഞു. കേരള ഗവൺമെൻറ്റും ജലശക്തി മന്ത്രാലയവും ചേർന്ന് ഇന്ത്യയിൽ ആകമാനം നടപ്പിലാക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ് നാഷണൽ ജലജീവൻ മിഷൻ. നാഷണൽ ജലജീവൻ മിഷൻ പദ്ധതിയിലെ നിർവഹണ സഹായ ഏജൻസികളായി എംപാനൽ ചെയ്തിട്ടുള്ള കേരളത്തിലെ പ്രമുഖമായ ഒരു സംഘടനയാണ് കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഓരോ പഞ്ചായത്തിലെയും 7000-നും 10,000-നും ഇടയിൽ വരുന്ന കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കാർഡിൻ്റെ നേതൃത്വത്തിലുള്ള ജലരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രാഗൽഭ്യമുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. പൊതുസമൂഹത്തിൽ ഒരു ജലസാക്ഷരത ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് സന്നദ്ധ സംഘടനകളെ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, മലപ്പുറം, പാലക്കാട് എന്നീ 5 ജില്ലകളിലായി 56 പഞ്ചായത്തുകളിലാണ് കാർഡിന്റെ ജൽ ജീവൻ പദ്ധതി മാതൃകാപരമായ വിജയത്തിലെത്തിച്ചത്. 56 പഞ്ചായത്തിലും ജൽ ജീവൻ പദ്ധതി ജനകീയതയോടെ പ്രാവർത്തികമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ തന്നെ ബൃഹത്തായ പദ്ധതിയാണ് ജലജീവൻ മിഷൻ. 5 ജില്ലകളിലായി 60ഓളം ഗ്രാമപഞ്ചായത്തുകളിലാണ് ജലജീവൻ മിഷനിലെ നിർവഹണ സഹായ ഏജൻസിയായി കാർഡിനെ നിയമിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ കാർഡിന് സാധിച്ചു. സമൂഹത്തിൽ സാമൂഹിക സാമ്പത്തിക രംഗത്ത് പിന്നാക്കം നിൽക്കുന്നതും വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നവരുമായ വിഭാഗങ്ങൾക്ക് നല്ല ജോലി ലഭ്യമാക്കുന്നതിനുള്ള അറിവ് നൽകുകയാണ് ജൻ ശിക്ഷൺ സൻസ്ഥാൻ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഈയൊരു പദ്ധതി ലക്ഷദ്വീപിൽ വിജയകരമായി നടപ്പാക്കാൻ കാർഡിന് സാധിച്ചു. ഞാനിപ്പോൾ എൽനാസ് ബ്യൂട്ടി എംപയർ എന്ന പേരിൽ ഒരു സലൂൺ ഞാൻ എൻ്റെ വീട്ടിൽ നടത്തി വരികയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആവാറായി. നമുക്ക് ലക്ഷദ്വീപിൽ ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എൻ്റെ പാഷൻ പിന്തുടർന്ന് ഈ ഒരു അവസരത്തിൽ എത്തിയിരിക്കുന്നത്. JSSൻ്റെ ഡ്യൂട്ടി കെയർ അസിസ്റ്റൻ്റ് എന്ന 3 മാസത്തെ കോഴ്സാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചൊരു വൈദ്യുതി. നൈപുണ്യാധിഷ്ഠിത പരിശീലനം നൽകുന്നതിൽ ഇന്ത്യയിലെ മികച്ച പ്രസ്ഥാനമാണ് JSS. നൈപുണ്യ വികസന രംഗത്ത് കാർഡിൻ്റെ ഈ രംഗത്തെ പരിചയവും അതുപോലെ തന്നെ മികവും പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയം ലക്ഷദ്വീപിൽ ജനശിക്ഷൺ സൻസ്ഥാൻ നടപ്പിലാക്കുന്നതിന് കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 10 ദ്വീപുകളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ വിവിധങ്ങളായ തൊഴിൽ പരിശീലനങ്ങൾ, കമ്പ്യൂട്ടർ പരിശീലനം, ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ, അതുപോലെ തന്നെ ഗാർമെൻറ്റ് സെക്ടറിൽ പരിശീലനം, ഹാൻഡിക്രാഫ്റ്റ് രംഗത്ത്, അതുപോലെ മറ്റ് വിവിധങ്ങളായ തൊഴിൽ പരിശീലനങ്ങൾ നൽകി കഴിഞ്ഞ 3 വർഷക്കാലമായി ലക്ഷദ്വീപിലെ ദ്വീപ് നിവാസികൾക്ക് ആശ്രയമായി കാർഡും ജനശിക്ഷൺ സൻസ്ഥാനും ലക്ഷദ്വീപിൽ പ്രവർത്തിക്കുന്നു. അവിടെ തന്നെ നിരന്തരമായ എക്സിബിഷനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പരിശീലനം പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനു വേണ്ടി അവിടെ തന്നെ
ആഴ്ചതോറുമുള്ള മാർക്കറ്റുകളിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും നബാർഡിൻ്റെ നേതൃത്വത്തിൽ അവിടെ നൽകി വരുന്നു. അസിസ്റ്റന്റ് ഡ്രസ് മേക്കർ, ബ്യൂട്ടി കെയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് വെൽഡർ ആൻഡ് ഫാബ്രിക്കേറ്റർ, ഡൊമസ്റ്റിക് കെയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ അസിസ്റ്റന്റ്, ഹാൻഡ് എംബ്രോയിഡറി, അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വർക്ക്, അസിസ്റ്റന്റ് ടെക്സ്റ്റൈൽ വർക്ക്. ഇത്രയും വിഷയങ്ങളിലാണ് JSS പദ്ധതി പ്രകാരം കാർഡിലൂടെ ലക്ഷദ്വീപിൽ നൈപുണ്യാധിഷ്ഠിത പരിശീലനം നൽകുന്നത്. കാർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകളെ സ്വയം പ്രാപ്തരാക്കുക എന്നുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സ്ത്രീകളെ തിരഞ്ഞെടുത്തതിന് ശേഷം വിവിധ ഇനം ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അവരെ JLG ഗ്രൂപ്പുകളാക്കുന്നു, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളാക്കി ബാങ്കുകളിലൂടെ അവർക്ക് ലോൺ സൗകര്യം ശരിയാക്കി കൊടുക്കുകയും ഇതിലൂടെ അവർ സ്വയം തൊഴിൽ കണ്ടെത്തി നല്ല തരത്തിലുള്ള ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നു. ഞാനിവിടെ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ ലക്ഷദ്വീപിൻ്റെ പോർട്ടലിൽ എൻറോൾമെൻറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരോടൊപ്പം വർക്ക് ചെയ്യുന്നതും ഞാനാണ്. ഒട്ടനവധി തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ സൗജന്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കാർഡിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക ഒരു പദ്ധതിയാണ് PMKVY. ഈ പദ്ധതിയിലൂടെ നിരവധി കോഴ്സുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിലൂടെ അവരെ ഒരു തൊഴിൽ പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ദ്വീപുകളിൽ കാർഡിന്റെ പരിശീലന പരിപാടികൾക്ക് സംഘടിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിച്ചു വരുന്നു. 2021 മുതൽ ലക്ഷദ്വീപിൻ്റെ പ്രവർത്തനങ്ങൾ കാർഡുമായി ചേർന്ന് ഏകോപിപ്പിച്ചു വരുന്നു. നൈപുണ്യ വികസനം കൊടുത്ത് വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന വീട്ടമ്മമാരെ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്കിന്ന് എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്ത് സ്വന്തമായി വരുമാനം കണ്ടെത്തി അവരുടെ കുടുംബത്തിനൊരു താങ്ങായി മാറ്റുന്നതിന് ജനശിക്ഷ ലക്ഷദ്വീപിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ 4 വർഷത്തെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരുപാട് പേരെ തൊഴിൽ രംഗത്ത് പുതിയ വിജയങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. നബാർഡിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃസംഘടനയെ കാർഡുമായി ചേർന്ന് നൽകാൻ സാധിച്ചു. ഇതിലൂടെ എല്ലാവരും ദ്വീപിലുള്ള എല്ലാവരും നമ്മൾ കൂടെ നിന്ന് ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ച് വളരെ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. 2006 മുതൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ് കാർഡ് ജനപക്ഷത്തു നിന്ന് പാരസ്പര്യത്തിന്റെ, കരുതലിന്റെ, ജീവകാരുണ്യത്തിന്റെ വേറിട്ടതും വ്യതിരിക്തവുമായ വിജയ ചരിത്രങ്ങൾ എഴുതി ചേർക്കുന്നു. ഈ പദ്ധതികളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പ്രോജക്റ്റ് അംഗങ്ങൾ, ജീവനക്കാർ മികച്ച പ്രവർത്തനങ്ങൾക്ക് പുരസ്കാര നിറവ് വേണ്ടുവോളമുണ്ട്. മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവായ ഗോപാലകൃഷ്ണപിള്ള കാർഡിന്റെ പ്രവർത്തനങ്ങളെ അഭിമാനപൂർവ്വം നോക്കിക്കാണുന്നു. നബാർഡിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്വാശ്രയ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ട് കാർഡ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ JLG നമ്മുടെ ഇളമാട് പഞ്ചായത്തിൽ ഏകദേശം 500ഓളം കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അവർക്ക് തൊഴിൽ പരിശീലനങ്ങൾ നൽകിയും അവരെ തൊഴിൽ സംരംഭങ്ങളിലൂടെ സ്വാശ്രയ ജീവിതം പടുത്തുയർത്തുന്നതിന് നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കുകയുണ്ടായി. ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരികയുണ്ടായി. പ്രവർത്തനത്തിൽ മുന്നിട്ട് നിന്നിരുന്ന, അതിന് ചുക്കാൻ പിടിച്ചിരുന്ന അഡ്വക്കേറ്റ് നടക്കൽ സാറിൻ്റെ പരിശ്രമം, ശീലം ആണ് കൂടുതൽ എന്നെ ആകർഷിക്കുകയും ഞാൻ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയുണ്ടായി. കടയ്ക്കൽ FPO ചെയർമാൻ JC അനിൽ കാർഡിനെ വിലയിരുത്തുന്നത് കാർഡ് ഒരു നാടിന്റെ മഹിത സൗഭാഗ്യമായി മാറിയതിനെ കുറിച്ച് തന്നെ. കേരള സംസ്ഥാനത്തെ ഗ്രാമവികസന, കാർഷിക, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് കാർഡ്. കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രാജ്യത്തെ 10,000 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിൽ രൂപീകരിക്കുക എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഈ ആശയം ചടയമംഗലം ബ്ലോക്കിലെ കർഷക പ്രവർത്തകരുമായിട്ട് പങ്കിടുന്നതും ഡോക്ടർ നടക്കൽ സാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാർഡിൻ്റെ ഭാരവാഹികളാണ്. വലിയ ഗ്രാമവികസന കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കാർഡെന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കഴിയും. അവരുടെ തൊഴിൽ പരിശീലന പരിപാടികൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും സാമ്പത്തികമായി മുന്നേറുന്നതിനും സാമൂഹികമായ ജീവിത പശ്ചാത്തലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ പദ്ധതികൾ വേണ്ടത്ര ഗൗരവത്തോടു കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങളെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും പലരും മുന്നോട്ട് വരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കാർഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് 100 കണക്കിന് 1000 കണക്കിന് കുടുംബങ്ങൾക്ക് കാർഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രയോജനം കിട്ടുന്നു.
സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ നടത്തുന്നതിന് സമാനമായ നിലയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ കാർഡിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി കാർഡ് കോവിഡ് കാലത്തും പ്രളയകാലത്തും നിറഞ്ഞു നിന്നിരുന്നു. കോവിഡ് കാലത്ത് ആദിവാസി ഊരുകളിലെത്തി കാർഡ് പ്രവർത്തകർ മാസ്ക് നൽകിയും ബോധവൽക്കരണം നടത്തിയും ജനങ്ങളോടൊപ്പം നിന്നു. ധനസഹായം എത്തിച്ചു നൽകി. കോവിഡ് കാലത്ത് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മൊബൈൽ ഫോണുകളും ടാബുകളും നൽകി സഹായിച്ചു. മുച്ചുണ്ട് വന്നു പോയവർക്ക് ശസ്ത്രക്രിയാ സഹായം നൽകി. ട്രാക്കിൽ സുവർണ ചരിത്രമെഴുതിയ റാണിക്ക് അടച്ചുറപ്പുള്ള വീട് ഉണ്ടാക്കി നൽകാൻ സാധിച്ചു. PN പണിക്കരുടെ പേരിൽ കാർഡ് അവാർഡ് ഏർപ്പെടുത്തി. എല്ലാ മാർച്ച് 1-നും PN പണിക്കർ അവാർഡ് നൽകും. ആദ്യ അവാർഡ് CV പത്മരാജന് നൽകുകയുണ്ടായി. വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് റൂറൽ മാർട്ട് പ്രവർത്തനം നടത്തുകയും അതോടൊപ്പം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. സന്നദ്ധ സംഘടനകളിലെ മികച്ച പ്രവർത്തകരെ പുരസ്കാരങ്ങൾ നൽകി കാർഡ് ആദരിച്ചു വരുന്നു. മാർച്ച് 8 വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണ കൂട്ടായ്മകൾ കാർഡ് സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായ ജനകീയത ശ്രദ്ധേയമായിരുന്നു. നിരവധി പ്രവർത്തനങ്ങളിലൂടെ പടർന്ന് പന്തലിച്ച ഒരു മഹാപ്രസ്ഥാനമായി കാർഡ് സസ്നേഹം ജനങ്ങളോടൊപ്പം ചേർന്നു നിൽക്കുന്നു.